കൊച്ചിയിൽ നടക്കുന്ന ആഗോള നിക്ഷേപക ഉച്ചകോടിക്ക് വമ്പിച്ച സ്വീകാര്യത. ലുലു ഗ്രൂപ്പ് 5000 കോടിയുടെ നിക്ഷേപം പ്രഖ്യാപിച്ചു. ടാറ്റയും അദാനിയും വൻകിട പദ്ധതികൾ പ്രഖ്യാപിച്ചു. ഇതുവരെ 40,000 കോടിയിലധികം രൂപയുടെ നിക്ഷേപ വാഗ്ദാനങ്ങളാണ് ലഭിച്ചത്. 3000-ഓളം പേർ പങ്കെടുക്കുന്ന ഉച്ചകോടി ഇന്ന് സമാപിക്കും. സെജോ വി ജോൺ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ചേരുന്നുണ്ട്. സെജോ, കേരളത്തിലേക്ക് നിക്ഷേപങ്ങളുടെ ഒഴുക്കാണ്. വിശദാംശങ്ങൾ എന്താണ്? ഈ ഉച്ചകോടി സമാപിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. എല്ലാവരും വലിയ പ്രഖ്യാപനങ്ങളിൽ ഈ വരുമ്പോൾ മണിക്കൂറുകൾ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന ഔദ്യോഗികമായ കണക്കനുസരിച്ച് 40,000 കോടി രൂപയുടെ നിക്ഷേപം വന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ധാരണകളിലേക്ക് നീങ്ങുന്നതാണ്. എന്തായാലും 3 മണിയോടുകൂടി തന്നെ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആകെ എത്രത്തോളം തുകയായിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യത്തിലേക്ക് വരും. നമുക്ക് ലഭ്യമാവുന്ന വിവരമനുസരിച്ച് 1,00,000 കോടി രൂപയുടെ ഒരു നിക്ഷേപ സാധ്യതകളിലേക്കാണ് ഇപ്പോൾ എത്തുന്നത്. അത് സംബന്ധിച്ച പ്രഖ്യാപനങ്ങൾ വൈകുന്നേരത്തോടു കൂടി ഉണ്ടാകുമെന്നാണ് പറയുന്നത്. എന്തായാലും ഈ നിക്ഷേപകരിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് അദാനി ഗ്രൂപ്പ് തന്നെയാണ്. 30,000 കോടി രൂപയുടെയാണ്. വിഴിഞ്ഞം പദ്ധതിക്ക് 20,000 കോടി, തിരുവനന്തപുരം വിമാനത്താവളം 5000, ലോജിസ്റ്റിക് ആൻഡ് ഇ കൊമേഴ്സ് പാർക്ക് കൊല്ലത്ത് അതിന് 5000 കോടി രൂപയാണ് അദാനി ഗ്രൂപ്പ് നിക്ഷേപിക്കുന്നത്. ദുബായ് ആസ്ഥാനമായ ഷറഫ് ഗ്രൂപ്പ് 5000 കോടി രൂപയുണ്ട്. കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് തെലങ്കാനയിൽ നിന്നുള്ള ഗ്രൂപ്പ് 3000 കോടി രൂപയാണ് ഉള്ളത്. ലുലു ഗ്രൂപ്പാണ് ഏറ്റവും അവസാനമായി ഈ പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുന്ന. വിവിധ പദ്ധതികളാണ് ലുലു ഗ്രൂപ്പിനുള്ളത്. 5000 കോടി രൂപ ഇവിടെ നിക്ഷേപിക്കും. കേരളത്തിൽ വരുന്ന 5 വർഷത്തിനുള്ളിൽ നിക്ഷേപിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അത്തരത്തിൽ വലിയ നിക്ഷേപ സാധ്യതകൾക്ക് വഴി തുറക്കുന്ന ഒരു ഉച്ചകോടി തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വൈകുന്നേരത്തോടുകൂടി ഇതിൻ്റെ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും. വലിയ സ്വീകാര്യതയാണ് ഈ ഉച്ചകോടിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി, ഇന്ന് സമാപന ദിവസം വൈകുന്നേരത്തോടെ കൂടുതൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നാണ് സെജോ വി ജോൺ കൊച്ചിയിൽ നിന്ന് പറയുന്നത്.